ഇന്നലത്തെ അതിശക്തമായ കാറ്റും മഴയിലും കാർഷിക മേഖല താറുമാറായിട്ടുണ്ട്. എൻ്റേന്ന് മാത്രമല്ല, എൻ്റെ ഈ കൃഷിക്കാരൻ്റെതും ഒരുപാട് ഒടിഞ്ഞിട്ടുണ്ട്. അവനും കുറേ വാഴക്കൃഷിയൊക്കെ ഉണ്ട്. ഇതിപ്പോൾ എല്ലാം കൊലച്ചതും കൊലയ്ക്കാറായതും ഇതിൻ്റെ എല്ലാം വളവും എല്ലാം ചെയ്ത് കംപ്ലീറ്റ് പണി. ഇതിൻ്റെ മൂട് നോക്ക്, കംപ്ലീറ്റ് പണിയും കഴിഞ്ഞ് നിർത്തിയിരുന്നു. പുതയും കയറും ഒക്കെ കെട്ടിയിരുന്നു. പക്ഷേ എല്ലാം അടിച്ച് നിലം പരിശാക്കി. അങ്ങനെ വലിയ ഒരു മാനസിക പ്രയാസമാണ്. ഇതുകൊണ്ടൊക്കെ നമ്മൾ കഴിയുന്നില്ല. സർക്കാർ ജോലിയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഈ കാർഷിക മേഖല കൊണ്ട് തന്നെ കഴിയുന്നു. പരമാവധി നമ്മൾ ഈ കാർഷികയുടെ ഇതൊന്നും ആനുകൂല്യങ്ങളൊന്നും നമുക്കങ്ങനെ കിട്ടാറൊന്നുമില്ല. അതെല്ലാം വലിയ കഷ്ടപ്പാടായതുകൊണ്ട് പോകുന്നതുമില്ല. ഇന്നലത്തെ അതിശക്തമായ കാറ്റും മഴയിലും കാർഷിക മേഖല താറുമാറായിട്ടുണ്ട്. എൻ്റേന്ന് മാത്രമല്ല, എൻ്റെ ഈ കൃഷിക്കാരൻ്റെതും ഒരുപാട് ഒടിഞ്ഞിട്ടുണ്ട്. അവനും കുറേ വാഴക്കൃഷിയൊക്കെ ഉണ്ട്. ഇതിപ്പോൾ എല്ലാം കൊലച്ചതും കൊലയ്ക്കാറായതും ഇതിൻ്റെ എല്ലാം വളവും എല്ലാം ചെയ്ത് കംപ്ലീറ്റ് പണി. ഇതിൻ്റെ മൂട് നോക്ക്, കംപ്ലീറ്റ് പണിയും കഴിഞ്ഞ് നിർത്തിയിരുന്നു. പുതയും കയറും ഒക്കെ കെട്ടിയിരുന്നു. പക്ഷേ എല്ലാം അടിച്ച് നിലം പരിശാക്കി. അങ്ങനെ വലിയ ഒരു മാനസിക പ്രയാസമാണ്. ഇതുകൊണ്ടൊക്കെ നമ്മൾ കഴിയുന്നില്ല. സർക്കാർ ജോലിയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഈ കാർഷിക മേഖല കൊണ്ട് തന്നെ കഴിയുന്നു. പരമാവധി നമ്മൾ ഈ കാർഷികയുടെ ഇതൊന്നും ആനുകൂല്യങ്ങളൊന്നും നമുക്കങ്ങനെ കിട്ടാറൊന്നുമില്ല. അതെല്ലാം വലിയ കഷ്ടപ്പാടായതുകൊണ്ട് പോകുന്നതുമില്ല.